ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടാഗ് ലൈൻ ബ്രേക്ക് ടാഗ് ആണ്. ലൈൻ ബ്രേക്ക് ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടാഗ് BR ടാഗ് ആണ് നമ്മൾ ലൈൻ ബ്രേക്ക് ടാഗ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ടാഗ് കണ്ടു കഴിഞ്ഞാൽ അത് കഴിഞ്ഞു വരുന്ന എല്ലാ കണ്ടന്റും പുതിയൊരു ലൈനിലായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടുന്നത്. ഓക്കെ, ഈ ടാഗ് കഴിഞ്ഞിട്ട് വരുന്ന എല്ലാം പുതിയ ലൈനിലേക്കായിരിക്കും നമുക്ക് കിട്ടുന്നത്, വെബ് പേജിൽ പ്രിന്റ് ചെയ്ത് കിട്ടുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു ഇതൊരു സാധാരണ ഒരു ടാഗ് എടുക്കുകയാണെങ്കിൽ അതിന് ഒരു ഓപ്പൺ ടാഗും ഉണ്ടായിരിക്കും, ഒരു ക്ലോസിംഗ് ടാഗും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ട് ടാഗും ഒരു എൻഡ് ടാഗും ഉണ്ടായിരിക്കും. പക്ഷേ ലൈൻ ബ്രേക്ക് എടുക്കുകയാണെങ്കിൽ ലൈൻ ബ്രേക്ക് എന്താണ്? ഒരു എംപ്റ്റി ടാഗാണ്, അല്ലെങ്കിൽ ഒരു എംപ്റ്റി എലമെന്റ് ആണ്. അതിന് പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നുമില്ല. ഒന്ന് ബ്രൗസറിനോട് പറയുകയാണ് ഇത് കഴിഞ്ഞ് വരുന്നത് പുതിയൊരു ലൈനിലേക്ക് ഡിസ്പ്ലേ ചെയ്ത് പോവുക എന്ന് പറയാനായിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ലൈൻ ബ്രേക്ക് ടാഗ് യൂസ് ചെയ്യുന്നത്. അത് ഒന്നിനു പുറകെ ഒന്നായിട്ട് താഴെ വരുന്ന രീതിയിൽ നമുക്ക് കണ്ടന്റ്സ് ഡിസ്പ്ലേ ചെയ്ത് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ഒരു എംപ്റ്റി ടാഗ് നമ്മൾ യൂസ് ചെയ്യുക. ആ യൂസ് ചെയ്യുന്ന ടാഗിന്റെ പേരെന്താണ്? ലൈൻ ബ്രേക്ക് ടാഗ്, BR എന്നാണ് പേര്. ഈ BR ടാഗിന്റെയും ഈ ഫോർവേഡ് സ്ലാഷിന്റെയും ഇടയ്ക്ക് എന്തുണ്ട്? ഒരു സ്പേസ് ഉണ്ട് കേട്ടോ, സ്പേസ് ഉണ്ട്. BR എന്ന് പറയുന്ന ക്യാരക്ടറിനും ഈ ഫോർവേഡ് സ്ലാഷിന്റെയും ഇടയ്ക്ക് എന്തുണ്ട്? ഒരു സ്പേസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുക. ഇതൊരു എംപ്റ്റി എലമെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു എംപ്റ്റി ടാഗ് ആണെന്ന് മനസ്സിലാക്കുക. അവിടെ ഓപ്പണിങ്ങും ക്ലോസിംഗ് ടാഗ് എന്ന് രണ്ടെണ്ണം ഇല്ല, ഒരൊറ്റ ടാഗ് മാത്രമേ അവിടെ ഉള്ളൂ. അങ്ങനെ എംപ്റ്റി ടാഗ് വരുമ്പോൾ ഈ സ്ലാഷ് വരുന്നത് അവസാനത്തിലായിരിക്കും കൂടി ഓർത്ത് വയ്ക്കുക. ഇനി എംപ്റ്റി ടാഗ് കഴിഞ്ഞ് വരുന്ന എന്തും പുതിയൊരു ലൈനിലായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടുന്നതെന്നും കൂടി മനസ്സിലാക്കുക. ഓക്കെ, അപ്പം നമുക്കിതൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. എക്സാമ്പിളായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് MG യൂണിവേഴ്സിറ്റിയുടെ അഡ്രസ്സാണ്. HTML ടാഗ് ഉണ്ട്, ഹെഡ് ടാഗിൻ്റെ അകത്ത്, ടൈറ്റിലിൻ്റെ അകത്ത് ലൈൻ ബ്രേക്ക് ടാഗ് എന്നാണ് ടൈറ്റിലായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ബോഡി ടാഗാണ്. ബോഡി ടാഗിൻ്റെ അകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത് MG യൂണിവേഴ്സിറ്റിയുടെ അഡ്രസ്സാണ്. അപ്പോൾ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, പ്രിയദർശിനി ഹിൽസ്, കോട്ടയം, കേരള, ഇന്ത്യ, പിന്നെ പിൻകോഡ്. ഇതിനകത്ത് പ്രത്യേകിച്ച് ഫോർമാറ്റിംഗ് ഒന്നും പറഞ്ഞിട്ടില്ല, ഇത് ഒരൊറ്റ ലൈനിൽ തന്നെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. അപ്പോൾ നമ്മുടെ വെബ് പേജ് എടുത്ത് നോക്കുവാണെങ്കിൽ ലൈൻ ബ്രേക്ക് ടാഗ് എന്ന ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്താണ് ബോഡി പാർട്ടിൽ കൊടുത്തത് അതുപോലെ തന്നെ ഒരൊറ്റ ലൈനിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നും ഓരോ ലൈനിൽ കിട്ടണമെന്ന് വിചാരിക്കുക. അതായത് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഒരു ലൈൻ, പ്രിയദർശിനി ഹിൽസ് എന്നുള്ളത് അടുത്ത ലൈൻ, കോട്ടയം എന്നുള്ളത് അടുത്ത ലൈൻ, കേരള എന്നുള്ളത് അടുത്ത ലൈൻ. അപ്പോൾ ഈ രീതിയിൽ ഒന്നിനു പുറകെ ഒന്നായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ടാഗാണ് പറഞ്ഞത്? ലൈൻ ബ്രേക്ക് ടാഗ്. നമുക്കിവിടെ കോമ എന്നുള്ളത് മാറ്റാം. നമ്മൾ എന്ത് ചെയ്തു? BR ടാഗ് യൂസ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം BR ടാഗ് യൂസ് ചെയ്തു. അപ്പം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഒരു ലൈനിൽ വരും, എന്നിട്ട് ബാക്കിയുള്ളതെല്ലാം എവിടെ കിട്ടും? അടുത്ത ലൈനിൽ കിട്ടും. അത് നമുക്കൊന്ന് നോക്കാം. ഞാൻ പേജ് റീലോഡ് ചെയ്തു, കണ്ടോ? മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് കൊടുത്തിരുന്നു? BR ടാഗ് കൊടുത്തിരുന്നു. BR ടാഗ് കൊടുത്തത് കൊണ്ട് ആ ടാഗ് കഴിഞ്ഞ് കിട്ടുന്നതെല്ലാം എങ്ങോട്ട് പോയി? പുതിയ ലൈനിലേക്ക് പോയി. അപ്പോൾ ഇതാണ് എംപ്റ്റി ടാഗ്. ഇതിന് കണ്ടന്റ് ഒന്നുമില്ല, ജസ്റ്റ് ബ്രൗസറിനോട് പറയുകയാണ് അടുത്തതെല്ലാം പുതിയ ലൈനിൽ ഡിസ്പ്ലേ ചെയ്ത് വരണം എന്ന് നമ്മുടെ ബ്രൗസറിനോട് പറയുന്ന ഒരു ടാഗാണ് എന്ത്? BR ടാഗ് എന്ന് പറയുന്നത്. ഇനി ഞാനിവിടെ പ്രിയദർശിനി ഹിൽസ് കഴിഞ്ഞിട്ടും ഒരു BR ടാഗ് കൊടുക്കുവാണ്, അല്ലെങ്കിൽ ഓരോന്നും കഴിഞ്ഞിട്ട് ഒരു BR ടാഗ് കൊടുക്കുവാണെങ്കിൽ ഇത് കഴിഞ്ഞു കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? കോട്ടയം എന്ന് എഴുതി, ദെൻ ഒരു BR ടാഗ് യൂസ് ചെയ്തു. പിന്നെ കേരള കഴിഞ്ഞിട്ട് BR ടാഗ് പിന്നെയും എഴുതി. ഇന്ത്യ, അത് പിൻകോഡ് എന്നുള്ളത് ഒരൊറ്റ ലൈനിൽ തന്നെ എഴുതുക എന്ന് വിചാരിക്കുക. ഇങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ എന്തെഴുതി? യൂണിവേഴ്സിറ്റി കഴിഞ്ഞിട്ട് ഒരു BR ടാഗ്, പ്രിയദർശിനി ഹിൽസ് കഴിഞ്ഞിട്ട് ലൈൻ ബ്രേക്ക് ടാഗ്, കോട്ടയം കഴിഞ്ഞിട്ട് ലൈൻ ബ്രേക്ക് ടാഗ്, കേരള എന്നുള്ളത് കഴിഞ്ഞിട്ട് ലൈൻ ബ്രേക്ക് ടാഗ്. ഇതിൻ്റെ ഇന്ത്യയുടെയും പിൻകോഡിൻ്റെയും ഇടയ്ക്ക് നമ്മൾ എന്ത് കൊടുത്തിട്ടില്ല? ടാഗ് കൊടുത്തിട്ടില്ലെന്നും കൂടി ഓർത്ത് വയ്ക്കുക. സേവ് ചെയ്തു. നമ്മുടെ ബ്രൗസറിലൊന്നും കൂടി നോക്കാം. ഇതാണ്ടോ, അപ്പോൾ ഓരോ ലൈനിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ലൈൻ ബ്രേക്ക് ടാഗ്. ലൈൻ ബ്രേക്ക് ടാഗ് ഒരു എംപ്റ്റി ടാഗാണ്. ഇത്രേ പറയുന്നുള്ളൂ. ലൈൻ ബ്രേക്ക് ടാഗ് കഴിഞ്ഞ് വരുന്ന കണ്ടന്റുകൾ, അത് കഴിഞ്ഞ് വരുന്ന ടെക്സ്റ്റ്, അതെന്ത് തന്നെ ആയാലും ബ്രൗസറിൽ പുതിയൊരു ലൈനിലായിരിക്കും നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ലൈൻ ബ്രേക്ക് ടാഗ്. താങ്ക് യു.